ആഴവും ആത്മാവുമുള്ള ചിത്രങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത് മലയാളി ചിത്രകാരി. പത്തനംതിട്ട സ്വദേശിനിയായ റേച്ചൽ ജോണിൻ്റെ ചിത്രപ്രദർശനം വൈവിധ്യമാർന്ന വരകൾ കൊണ്ട് ശ്രദ്ധേയമായി. കാഴ്ചക്കാർക്ക് ചിത്രങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം സംവദിക്കാനും കഴിയുന്ന രീതിയിലായിരുന്നു ചിത്രപ്രദർശനം. പരിശീലനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പിൻബലമില്ലാതെ സർഗാത്മകതയുടെ മാത്രം കരുത്തിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് അത്ഭുതപ്പെടുത്തുകയാണ് അബുദാബിയിൽ പ്രവാസിയായ പത്തനംതിട്ട സ്വദേശിനി റേച്ചൽ ജോൺ. മനം നിറച്ച കാഴ്ചകൾ ഒരുക്കിയായിരുന്നു റേച്ചലിൻ്റെ ഡയലോഗ് വിത്ത് എക്കോസ് എന്ന ചിത്രപ്രദർശനം. ഇതെൻ്റെ ആദ്യത്തെ സോളോ എക്സിബിഷനാണ്. ഞാൻ ഗ്രൂപ്പ് എക്സിബിഷൻ പലത് ചെയ്തിട്ടുണ്ട്, യു എയിലും അതുപോലെ ഔട്ട്സൈഡ് യു എയിലും ഇന്ത്യയിലുമൊക്കെ ഗ്രൂപ്പ് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് സോളോ എക്സിബിഷനാണ്. ഇവിടെ 46 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ക്യാൻവാസിൽ തീർത്ത വർണ്ണവിസ്മയങ്ങളിലൂടെ ആസ്വാദകരെ ഗഗനമായ സംഭാഷണത്തിന് ക്ഷണിക്കുകയായിരുന്നു ഈ കലാകാരി. വർക്ക് മറ്റ് കൂടുതൽ ആളുകൾ, ആർട്ടിസ്റ്റുകളായാലും ആർട്ട് എൻജോയ് ചെയ്യുന്നവരായാലും കൂടുതൽ ആൾക്കാർ കാണുക, അവർ ഇത് മനസ്സിലാക്കുക വർക്കിൻ്റെ. അതുകൊണ്ടാണ് ഡയലോഗ് വിത്ത് എക്കോസ് എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അതായത് ഇത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ചിന്തകളും ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും റേച്ചലിൻ്റെ ചിത്രങ്ങൾ ഏവരെയും അത്ഭുതപ്പെടുത്തും. അബ്സ്ട്രാക്റ്റും ഓയിലും അക്രലിക്കും ചാർക്കോളും സോഫ്റ്റ് പേസ്റ്റലും എന്നുവേണ്ട ചിത്രകലയുടെ എല്ലാ മാധ്യമങ്ങളും ഈ പ്രതിഭയ്ക്ക് വഴങ്ങും. ചിത്രകലയോട് ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ സ്പർശം വിരൽത്തുമ്പിലും മനസ്സിലും പതിഞ്ഞിട്ടുള്ളവർക്കെല്ലാം നന്നായി മികച്ച സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് റേച്ചലിൻ്റെ പക്ഷം. ഞാനൊരു സെൽഫ് ടോട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ആർട്ടിനോടുള്ള പാഷൻ ആണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ജോണറും എല്ലാ രീതിയിലും പല എക്സ്പെരിമെൻസും ചെയ്ത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ജോണറിലുള്ള വർക്ക്സും കാണാൻ പറ്റും. പോർട്രേറ്റ്സ് ഉണ്ട്, അബ്സ്ട്രാക്ട്സ് ഉണ്ട്, ലാൻഡ്സ്കേപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ മീഡിയത്തിലാണേലും പലതും ട്രൈ ചെയ്യാറുണ്ട്. ഓയിലാണ് എൻ്റെ ഫേവറേറ്റ് മീഡിയം. ചാർക്കോളിൽ ചെയ്യും, സോഫ്റ്റ് പാസ്റ്റലിൽ ചെയ്യും. പിന്നെ അബ്സ്ട്രാക്ട്സ് കൂടുതലും അക്രിലിക്കിലാണ് ചെയ്യുന്നത്. ഛായാചിത്രങ്ങൾ മുതൽ ലാൻഡ്സ്കേപ്പ് വരെയുണ്ട് റേച്ചലിൻ്റെ ശേഖരത്തിൽ. എന്നാൽ പ്രിയം പോർട്രേറ്റുകൾ പകർത്താനാണ്. ഓയിൽ പെയിന്റിൽ തീർത്ത പോർട്രേറ്റുകളിൽ ജീവൻ തുളുമ്പും. സീരീസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും പോർട്രേറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന ആളുകളുടെ ഫോട്ടോ, അവരെ പോർട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പരാഗ് ബോർസയുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലാണ്. അപ്പോൾ ആ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോട്ടോ ടൂറിന്, അതായത് നമുക്ക് റെഫറൻസ് പിക്ചറിന് വേണ്ടിയുള്ള ഫോട്ടോ ടൂറിനായിട്ടാണ് നമ്മൾ പോകാറുണ്ട്. ഒരാഴ്ചത്തെ ട്രിപ്പായിരിക്കും. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം പുഷ്കർ, രാജസ്ഥാൻ പുഷ്കർ മേളയിൽ പോയി. അപ്പം അവിടുന്ന് ലഭിച്ച, നമ്മൾ കാണുകയും നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത പല ആളുകളുടെ ആണ് പോർട്രേറ്റായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
മഴയും സംഗീതവും ഇഴചേർന്നപ്പോൾ ക്യാൻവാസിൽ തെളിഞ്ഞത് മേഘമൽഹാർ എന്ന സീരീസ്. ഈ ചിത്രങ്ങളിൽ മഴയുടെ അമൂർത്ത ഭാവങ്ങൾ ദർശിക്കാനാകും. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് മൂർത്തിഭാവം ഒന്നും ഇല്ലാതെ ചെയ്യാന്നാണ്, പ്യുവർ അബ്സ്ട്രാക്ഷനിലാണ്. ഞാൻ മ്യൂസിക് കേട്ടുകൊണ്ടാണ് മിക്കവാറും പെയിന്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മ്യൂസിക്കും ഞാനുമായിട്ടുള്ള കണക്ഷനിൽ ഈ പെയിന്റിങ്സ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നപ്പം എനിക്കത് എൻ്റെ കുട്ടിക്കാലത്തെ മഴയും അതിൻ്റെ നോസ്റ്റാൾജിയുമായിട്ട് കണക്ട് ചെയ്ത് വന്നു. അങ്ങനെയാണ് ഞാൻ ഹ്യൂസ് ഓഫ് മേഘമൽഹാർ എന്നതിന് പേരിട്ട്. മേഘമൽഹാർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലെ മഴയും അനുബന്ധിച്ചുള്ള ഒരു രാഗമാണല്ലോ. അപ്പം അതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. ഭാരതത്തിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായി അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിലും റേച്ചൽ ഭാഗമായി. വസുദൈവ കുടുംബകം എന്ന വേദസന്ദേശം മുഖ്യവാചകമായി സ്വീകരിച്ചു വരച്ച ചിത്രത്തിന് വൻ പ്രശംസയാണ് ലഭിച്ചത്. G20 ഭാഗമായിട്ട് അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഒരു കൾച്ചറൽ ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെയിന്റിങ്സ്, ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വസുദേവ കുടുംബകം എന്ന തീമിലായിരുന്നു ഞങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വസുദേവ കുടുംബകം എന്നുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തതാണ്. ഇത് ഇങ് ആൻഡ് യാങ് ചൈനീസ് ഫിലോസഫിക്കൽ സിമ്പിൾ ആണല്ലോ, അതിനെ ഒരു മെറ്റഫറായിട്ട് സിമ്പിളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ കളർഫുള്ളായിട്ട് വരുന്ന സൈഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമാനിറ്റി, അതായത് പല രാജ്യങ്ങൾ, ജെൻഡർ, റേസസ്, അങ്ങനെ എല്ലാ ആ ഒരു ഡൈവേഴ്സിറ്റി ഈ സൈഡിൽ കാണിച്ചിട്ട് ഇത് അതർ സൈഡിലുള്ളത് ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചർ. നേച്ചറിന് ഡൈവേഴ്സ്ഡ് ആണെങ്കിൽ പോലും അതിനൊരു കൊഹസീവ് ആയിട്ടുള്ള ഒരു ഹാർമണി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സട്ടിലായിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെന്ന് പറയുന്നത് ഇത് രണ്ടും, അതായത് ഹ്യൂമാനിറ്റിയും നേച്ചറും ഇന്റർ കണക്റ്റഡ് ആണ്, ഇൻസെപ്പറബിൾ ആണ്, കോ എക്സിസ്റ്റൻസ് ഉണ്ട്. അതെല്ലാം കാണിക്കുന്നതാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കണക്ഷൻ. അതുപോലെ തന്നെ ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത്, അതായത് എല്ലാ എഡ്ജിൽ നിന്നും ലൈൻസ് ഇതിലേക്ക് മുട്ടിയിരിക്കുന്നത് കോസ്മോസുമായിട്ട്, അതായത് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഈ കോസ്മോസും ഈ യൂണിവേഴ്സും, അതായത് നമ്മുടെ ഹ്യൂമാനിറ്റിയും നേച്ചറും എല്ലാം കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്ന ഒരു ആർട്ട് വർക്കാണിത്. പ്രവാസ ജീവിതത്തിനിടയിൽ വീടിനകത്ത് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുടെ ജീവിതം കൂടുതൽ നിറമുള്ളതാക്കാൻ ഒരു ഉപദേശവും റേച്ചൽ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു പാഷൻ ലൈഫിലുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ അതിനോട് വേണ്ടി പ്രയത്നിച്ചാൽ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും സാധിക്കും. എസ്പെഷ്യലി UAE പോലുള്ള രാജ്യത്ത് അതിന് വേണ്ട ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് മുന്നോട്ട് ഇറങ്ങാന്നുള്ളതാണ് പറയാനുള്ളത്. കാലമേറെ എടുത്തെങ്കിലും സ്വന്തം സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ നിറം കൊടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ ചിത്രകാരി. പേഴ്സണലി പറയുവാണെങ്കിൽ ഞാനൊരു ഹോബി പെയിൻറ്ററായിട്ട് അതായത് ഒരു 1996 ഞാൻ ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ മുതലൊരു എന്താ പറയുക, ഒരു സ്ലോ ഗ്രോത്ത് ആയിരുന്നു. ഇത്രയും വർഷം എടുത്ത് ഞാനൊരു എന്താ പറയുക, ഭാര്യയായി, അമ്മയായി, അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ ഈ പാഷനെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയപ്പോൾ ആർക്കും, അത് ഏത് സ്ത്രീക്കും വളരെ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് അതൊരു പേഴ്സണൽ കാര്യം. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സ്വയമേ ചിന്തിക്കുമ്പോൾ നമുക്ക് സമൂഹത്തോട് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എൻ്റെ പെയിൻറ്റിങ്ങിൽ കൂടിയും ഞാൻ എന്ന വ്യക്തിയിൽ കൂടിയും ഒക്കെ
ആ ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, സമൂഹത്തിന് നന്മകൾ ചെയ്യണം, സമൂഹം നന്നായി തന്നെ വരണം എന്നുള്ളതാണ് തന്നെയാണ്. കാൽ നൂറ്റാണ്ടോളമായി ഭർത്താവ് റെജി ജോണും മക്കളുമൊത്ത് അബുദാബിയിലാണ് റേച്ചലിന്റെ താമസം. ഇതിനിടെ വേൾഡ് ആർട്ട് ദുബായ് ഉൾപ്പെടെ ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങളിലും ഈ കലാകാരി പങ്കെടുത്തു. തന്റെ സർഗാത്മക ജീവിതത്തിന്റെ പടവുകൾ കയറി മുന്നേറുകയാണ് റേച്ചൽ. അറബ് ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം. നന്ദി.